ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ചിക്കൻ പുലാവാണ് കാണിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി തൊലിച്ചത്, ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, ഒരു ചെറിയ വലിയുള്ളി, വലുതാണെങ്കിൽ പകുതി മതി. ഇവയെല്ലാം കൂടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം 1.5 ടേബിൾ സ്പൂൺ വലിയ ജീരകം, അതേ അളവിൽ 1.5 ടേബിൾ സ്പൂൺ തന്നെ ചെറിയ ജീരകവും, പിന്നെ 2 ടേബിൾ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി, 10 ഗ്രാമ്പു, 10 ഏലക്ക, 2 പീസ് പട്ട, 3-4 പീസ് പട്ട, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഇവയെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ശേഷം ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുക. ചിക്കൻ ഒരു 90% ഇതിൽ കിടന്ന് കുക്കാവണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക. ഇതിൻ്റെ ചിക്കൻ്റെ സ്റ്റോക്കിനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ ചിക്കൻ 90% കുക്കായതിന് ശേഷം ചിക്കൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഈ വെള്ളം അരിച്ചെടുക്കണം. ഇത് മല്ലി, നമ്മൾ ജീരകം ഇതൊക്കെ ഇട്ടല്ലോ, ഇനി വേണ്ട. അത് ഇനി അരിച്ച് മാറ്റി അതിൽ വെള്ളം സ്റ്റോക്ക് മാത്രം എടുക്കുക. ചിക്കൻ ആദ്യം മാറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ സ്റ്റോക്ക് മാത്രം മാറ്റി വെക്കുക. ശേഷം അതേ പാൻ കഴുകി ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യും, പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ചൂടാക്കുക. മുഴുവനായിട്ട് നെയ്യ് ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ കുറച്ച് ഓയിലും കുറച്ച് നെയ്യും പകുതിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വാടി വരണം. ശേഷം ഉള്ളി നല്ലോണം വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 2 പച്ചമുളക് നെടുകെ കീറിയിട്ട് മാത്രമേ ഉള്ളൂ, മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. നെടുകെ കീറിയ 2 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് ചിക്കൻ നമ്മൾ മാറ്റി വെച്ചല്ലോ, നേരത്തെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ട് ചിക്കൻ മാറ്റി വെച്ചില്ല, ആ ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ നെയ്യിൽ ഈ ചിക്കൻ മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ മല്ലിയില, പുതിനയില, ഒരു കൈപ്പിടി മല്ലിയില പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. വേറെ സ്പൈസസ് ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം 1 കപ്പ് തൈര് ചേർത്ത് കൊടുത്ത് അതും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ സ്റ്റോക്ക് മാറ്റി വെച്ചില്ലേ, ആ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ പുറമെ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ 6 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യം ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കുക, പിന്നെ അതിൻ്റെ പുറമെ വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ച് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം തിളച്ച് വന്നതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക. അരി അരമണിക്കൂർ കഴുകി കുതിർത്ത് വെച്ച അരിയാണ് കേട്ടോ. എന്നിട്ട് തിളച്ച് വന്നതിന് ശേഷം അരിയിട്ട് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം അടച്ച് വെച്ച് മീഡിയം തീയിൽ വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇതാ നമ്മുടെ ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.